ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിൻ്റെ ലാസ്റ്റ് ഇയർ ജൂൺ 2023 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ ഉള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങളുടെ MOS മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ബൾക്ക് മോഡുലസ് ആൻഡ് റിജിഡിറ്റി മോഡുലസ്, ഇവർ തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രോബ്ലം ഒക്കെ അതെപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട്. അപ്പോൾ ആ റിലേഷനോടെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും കെയും തമ്മിലുള്ള ബൾക്ക് മോഡുലസ് തമ്മിലുള്ള റിലേഷനാണ് പോയിസൺസ് റേഷ്യോ 0.25 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റിലേഷൻ അറിയാം. ഇ എന്ന് പറയുന്നത് എന്താ 3k × 1 - 2 മ്യൂ ആണ്. മ്യൂവിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് E = 1.5k എന്ന് കിട്ടും. സോ ആൻസർ സി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് മോർ സർക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. രണ്ട് ഈക്വൽ അൺലൈക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ മോർ സർക്കിളിൻ്റെ റേഡിയസ് എത്ര വരും എന്നുള്ളതാണ്. ഓക്കെ, മോർ സർക്കിൾ വരയ്ക്കാൻ നമുക്കറിയാം. അപ്പോൾ ഇവിടെ 2 അൺലൈക്ക് ഫോഴ്സസ് ആണ്. അതായത് ഒരെണ്ണം രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണ്. അപ്പോൾ നമ്മൾ 0, 0 മേജറും മൈനറും വരയ്ക്കുന്നു. ദെൻ 0, 0 സെൻറ്ററാക്കി സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? റേഡിയസ് എന്ന് പറയുന്നത് സിഗ്മ. ദാറ്റ് മീൻസ് ആൻസർ ഈസ് എ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ മെറ്റീരിയലിൻ്റെ ടഫ്നെസ് ആണ്. അല്ല എങ്കിൽ ഇറ്റ് ഓൾസോ റെപ്രസെൻറ്റ്സ് ദ എനർജി റിക്വയർഡ് ടു കോസ് ഫെയിലിയർ. സോ രണ്ടും ആൻസർ കറക്റ്റ് ആണ്. ഒന്നെങ്കിൽ ആ ഒരു സ്പെസിമെൻ ഫെയിൽ ആവാൻ വേണ്ട എനർജി, അല്ലെങ്കിൽ ടഫ്നെസ്. ഈ രണ്ട് ആൻസർ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ ടഫ്നെസ് ആൻഡ് ദിസ് ഡി, രണ്ടും എ ബിയും ഡിയും ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇലോങ്ങേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് 2 ബാർസ് ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്, പക്ഷെ സൈസ് സെയിം ആണ്, സെയിം ലോഡാണ്. അതിൻ്റെ ഇലോങ്ങേഷൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 2:5. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള യങ്സ് മോഡുലസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിലേഷൻ അറിയാം. ബേസിക് റിലേഷൻ ΔL=PL/A എന്നറിയാം. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ട് മെറ്റീരിയൽ ഉണ്ട്. രണ്ട് മെറ്റീരിയലിൻ്റെ ഇലോങ്ങേഷൻ തമ്മിലുള്ള റേഷ്യോ എടുത്താൽ മതി. ഓക്കെ, Δ1/Δ2 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്? ബാക്കിയെല്ലാം സെയിം ആയിട്ട് എല്ലാം ക്യാൻസൽ ആയിപ്പോൾ ആകെ യങ്സ് മോഡൽസ് മാത്രമേ അവിടെ മിച്ചം വരത്തുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്ന് പറയുന്നത് 5:2 B ആണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരിക. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഷിയർ സെൻറ്റർ ഓഫ് എ സെക്ഷൻ. ഷിയർ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയലിൻ്റെ ഏത് പോയിന്റാണ് ട്വിസ്റ്റിംഗ് മൊമെന്റ് 0 ആവുന്നത്, അല്ലെങ്കിൽ ഷിയർ സെൻറ്റർ പറയുന്ന ഈ പോയിന്റിൽ ട്വിസ്റ്റിംഗ് മൊമെന്റ് 0 ആയിരിക്കും. ആ പോയിന്റാണ് നമ്മൾ അതിൻ്റെ സെക്ഷൻ്റെ ഷിയർ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് തന്നിട്ടുണ്ട്. രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് മേജറും മൈനറും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷിയർ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് മൈനസ് പ്രിൻസിപ്പൽ സ്ട്രെസ് /2. ഓക്കെ, ഇവിടെ മേജറിൻ്റെ വാല്യൂ 20 ആണ്, മൈനർ ഇസ് നെഗറ്റീവ് ആണ്. സോ അതാണ് -10 എന്ന് വരുന്നത്. /2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 15 MPa എന്ന് കിട്ടും. നെക്സ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഓഫ് എ കാൻഡിലീവർ ബീം. ഈ കാൻഡിലീവർ ബീമിൽ ലെങ്ത് L ആണ്, അതിനകത്ത് UDL ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഷേപ്പ് എന്താ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, കാരണം മാക്സിമം വാല്യൂ വരുന്നത് സപ്പോർട്ടിലാണ്, എൻഡിൽ 0 ആയിരിക്കും. സോ വരച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ടാണ് ഇത് വരിക. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന സ്ഥിതിക്ക് ഇതേപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഷേപ്പുകൾ നോക്കിക്കൊണ്ട് പോകണം കേട്ടോ. അത് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ചോദിച്ചിരുന്നത് ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത് അറ്റ് എവരി ക്രോസ് സെക്ഷൻ സി. ഓക്കെ, ഒരു ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത്, ഒരു ക്രോസ് സെക്ഷൻ്റെ എല്ലാ സ്ഥലത്തെയും എല്ലാ ക്രോസ് സെക്ഷനും യൂണിഫോം സ്ട്രെങ്ത് ആണ്, സെയിം. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഓക്കെ, അതിന് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അതായത് യൂണിഫോം സ്ട്രെങ്ത് ഉള്ള ഒരു ബീമിൻ്റെ ക്രോസ് സെക്ഷനിലെല്ലാം ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ബെൻഡിങ് സ്ട്രെസ് ആണ്, ബി ആണ് ആൻസർ. ഒരു യൂണിഫോം സ്ട്രെങ്ത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ക്രോസ് സെക്ഷനിലും ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ഷിയർ ഫോഴ്സ്. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ബീമിൽ വരുന്ന ലോഡ്. അപ്പോൾ ആ ഒരു റിലേഷനുകളൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ട് പോകണം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം MOS നിന്ന് ചോദിച്ചിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് FME എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ FME എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു. 2 ടാങ്ക് വന്നിട്ടുണ്ട്, അതിൻ്റെ ഹൈറ്റ് സെയിം ആണെങ്കിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുവാണ്. എയുടെ വോളിയം എന്ന് പറഞ്ഞാൽ 10 times വോളിയം ഓഫ് ടാങ്ക് B ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ രണ്ടിൻ്റെയും പ്രഷർ, താഴെയുള്ള പ്രഷറിൻ്റെ റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ നമുക്കറിയാം പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രഷർ ഇസ് ഈക്വൽ ടു ρg ഇൻറ്റു എച്ച് ആണ്. ഓക്കെ, അതായത് അത് ഹൈറ്റിനെ വേരി ചെയ്യും, ഹൈറ്റിനെ വെച്ചിട്ടാണ് അത് വേരി ചെയ്യുന്നത്. റോ എന്ന് പറയുന്നത് 2 വാട്ടർ ആയതുകൊണ്ട് റോ സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇതിനകത്ത് രണ്ടിലെയും പ്രഷർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് എൻ്റെ ആൻസർ. പി എ ഈക്വൽ ടു പി ബി ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കുക, രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ρg h ആ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. The next question, the type of fluid flow in which the flow and fluid properties does not change with time. ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ടൈമിനെ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫ്ലോയെ പറയുന്ന പേര് എന്താണ്, ദാറ്റ് ഈസ് സ്റ്റഡി ഫ്ലോ. സോ ആൻസർ ഈസ് സി. The next ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് property of a fluid by which molecules of different kinds of fluids are attracted to each other is called. അല്ലെ, മോളിക്യൂൾസ് എല്ലാം തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു, അതിനെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ഇസ് കോൾഡ് അഡിഷൻ പ്രോപ്പർട്ടി. ഓക്കെ, സോ ഈ പ്രോപ്പർട്ടി ഫ്ലൂയിഡ്സിന്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം. നെക്സ്റ്റ് കുറച്ചൊരു അഡ്വാൻസ് ആണ്. നമുക്ക് സ്പെസിഫിക് എനർജി, ഒരു ഫ്ലോയുടെ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഡെപ്തും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അതിന്റെ സ്പെസിഫിക് എനർജി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, സോ സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E ഈസ് ഈക്വൽ ടു y പ്ലസ് v²/2g. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. അതിൽ y എന്ന് പറയുന്നത് ഡെപ്ത് ആണ്, അത് നമുക്ക് തന്നിട്ടുണ്ട് 1 മീറ്റർ എന്ന്. v ഈസ് വെലോസിറ്റി ആണ് തന്നിട്ടുണ്ട്, g ഈസ് 9.81. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ വരിക 1.25. സോ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് റെയ്നോൾഡ്സ് നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. പൈപ്പ് ഫ്ലോയിൽ റെയ്നോൾഡ്സ് നമ്പർ 6000 ആണെങ്കിൽ ആ ഫ്ലോയെ പറയുന്ന പേരെന്താണെന്ന്. ഓക്കെ, സോ 6000 മുകളിലാണെങ്കിൽ നമ്മൾ ആ ഫ്ലോയെ നമ്മൾ എന്താ പറയുക, ഇറ്റ് ഈസ് ടർബുലന്റ് ഫ്ലോ. അതുപോലെ തന്നെ 2000 താഴെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, നമ്മൾ ലാമിനാർ എന്ന് പറയും. അതിനിടയ്ക്കുള്ളതിനെ നമ്മൾ ട്രാൻസിഷൻ ഫ്ലോ എന്ന് പറയും. അപ്പോൾ ഈ ഫ്ലോകളുടെ ബേസ്ഡ് ഓൺ റെയ്നോൾഡ്സ് നമ്പർ നോക്കിയിട്ട് പോവാം. നെക്സ്റ്റ് റെക്ടാങ്കുലർ നോച്ചിന്റെ ഡിസ്ചാർജ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ അതിന്റെ ആ ഇക്വേഷൻ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡിസ്ചാർജ് ഓവർ എ റെക്ടാങ്കുലർ നോച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു h⁻² 3/2 ആണ്, അല്ലെങ്കിൽ h⁻² 1.5. സോ ഈ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഈ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ നോക്കിയേക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് എളുപ്പമാണ്. ബൈ വിർച്യൂ ഓഫ് ഇറ്റ് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. Resistance to flow എന്ന് പറയുന്നത് എന്താണ്, it is viscosity. So answer is C. The next question, the point in the immersed body through which the resultant pressure of the liquid may be taken to act is known as. Okay, അപ്പോൾ ഒരു ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ബോഡിയിൽ റിസൾട്ടന്റ് പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റ് അതിന് നമ്മൾ എന്താ പറയുക, ഇറ്റ് ഈസ് സെന്റർ ഓഫ് ബോയൻസി. The next question, manometer is used. സിമ്പിൾ അല്ലേ, മാനോമീറ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മാനോമീറ്റർ ഇസ് യൂസ്ഡ് ടു മെഷർ പ്രഷർ. അപ്പോൾ ഇതേപോലെ ഈ എക്യുപ്മെന്റ്സ്, മാനോമീറ്റർ എന്തിനാണ്, ഓർഫീസ് മീറ്റർ എന്തിനാണ്, വെഞ്ചുറി മീറ്റർ എന്തിനാണ്, അപ്പം അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയിട്ട് പോകണം. The next, hydraulic radius എന്ന് പറഞ്ഞാൽ എന്താണ്, hydraulic radius എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് ഏരിയ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. സോ ആൻസർ ഈസ് സി. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ FME എന്ന് ചോദിച്ചാൽ. നെക്സ്റ്റ് നിങ്ങൾക്ക് സർവേന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫസ്റ്റ് ചോദിച്ചത് നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനും സ്റ്റാഫ് സ്റ്റേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 കിലോമീറ്റർ തന്നിട്ടുണ്ട്. കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ ആണ് ചോദിച്ചത്. ഓക്കെ, സോ കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, C ഈസ് ഈക്വൽ ടു 0.0112 ഇൻറ്റു d². ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, d എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് തന്നിട്ടുണ്ട് 1 കിലോമീറ്റർ തന്നെ കൊടുക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് ആൻസർ എത്ര വരും, ആൻസർ C ആണ് വരുന്നത്. അപ്പോൾ ഈ കറക്ഷൻ്റെ ബാക്കിയുള്ള കറക്ഷൻ ഇക്വേഷനിലൂടെ നിങ്ങൾ നോക്കിയിട്ട് പോകണം കേട്ടോ. കർവേച്ചർ കറക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ കറക്ഷൻ്റെ ഇക്വേഷൻ ഒക്കെ നോക്കിയിട്ട് പോവാം. The next is sag correction. Sag correction is always എന്താണ്, it is always negative. എറർ അല്ല ചോദിച്ചത്, കറക്ഷൻ ആണ് ചോദിച്ചത്. സോ കറക്ഷൻ എന്ന് പറയുന്നത് സാഗ് കറക്ഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ള കറക്ഷൻ്റെയും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് പോവാം. നെക്സ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിരുന്നു. ഒരു ഹോൾ സർക്കിൾ ബെയറിംഗ് തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ ക്വാഡ്രന്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ നിങ്ങൾക്കറിയാം ഹോൾ സർക്കിൾ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, 360 ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ഈ തന്നിരിക്കുന്ന വാല്യൂ മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂവിന് നിങ്ങൾ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്, നമുക്കിപ്പോൾ ഈ ഒരു വെച്ചിട്ട് വാല്യൂ വരുന്ന ഏത് ക്വാഡ്രന്റാണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ബാക്കി 360 മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 21.12 എന്ന് കിട്ടും. അതായത് ഇറ്റ് ഈസ് നോർത്ത് 21 ഡിഗ്രി 18 മിനിറ്റ്സ് നോർത്ത്. സോ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. സിമ്പിൾ അല്ലേ, മൈനസ് ചെയ്ത് എടുത്താൽ മതി 360. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾ ഓഫ് ഡിപ്പ്. പോളിൽ ഡിപ്പിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ഇറ്റ് ഈസ് 90 ഡിഗ്രി. സോ ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ പോളിലെയും ഇക്വേറ്ററിലൊക്കെ നോക്കിയിട്ട് പോകണം. നെക്സ്റ്റ് 10 സെൻറ്റിമീറ്റർ തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നതാണ്. 10 സെൻറ്റിമീറ്റർ തിയോഡലൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ലോവർ പ്ലേറ്റിൻ്റെ ഗ്രാജുവേറ്റഡ് സർക്കിൾ എന്ന് പറയുന്നത് ഡയമീറ്റർ, അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് C ആണ്. Then again ഒരു റെഡ്യൂസ്ഡ് ബെയറിംഗ് തന്നിട്ടുണ്ട്, നോർത്ത്
30 വെസ്റ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ലെങ്ത് തന്നിട്ടുണ്ട്, ലാറ്റിറ്റ്യൂഡ് ആൻഡ് പ്രഷർ കണ്ടുപിടിക്കാനാണ് ഇക്വേഷൻ. സോ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ, ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈ ഡയറക്ഷനുള്ള വാല്യൂ, ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ളതാണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ കോസ് തീറ്റ ആണ് ലാറ്റിറ്റ്യൂഡ്, എൽ സൈൻ തീറ്റ ആണ് ഡിപ്പാർച്ചർ. ഓക്കെ, സോ അതായത് നിങ്ങൾക്ക് നോക്കുക, ലൈൻ വരയ്ക്കുക, തന്നിരിക്കുന്ന ആംഗിൾ എവിടത്തെയാണെന്ന് നോക്കുക, എന്നിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാറിപ്പോരുത് കേട്ടോ. എൽ കോസ് തീറ്റ എന്ന് പറയുന്നതാണ് ലാറ്റിറ്റ്യൂഡ്, എൽ സൈൻ തീറ്റ എന്ന് പറയുന്നതാണ് ഡിപ്പാർച്ചർ. അപ്പോൾ ആംഗിൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കണം. സോ ഇവിടെ എൽ കോസ് തീറ്റ, എൽ സൈൻ തീറ്റ ആംഗിൾ നമുക്ക് തന്നിരിക്കുന്നത് വൈ എക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം ലെഫ്റ്റിലേക്കാണ്, അതുകൊണ്ടാണ് ഡിപ്പാർച്ചർ നമുക്ക് ഇവിടെ നെഗറ്റീവായിട്ട് വന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ക്വാഡ്രന്റിൽ ലൈൻ വരച്ച് നോക്കണം, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ മേളിലാണോ താഴെയാണോ എന്നുള്ളത് നോക്കിയിട്ടാണ് നിങ്ങൾ സൈൻ കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കൊരു ട്രൂ ബെയറിംഗ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വാഡ്രന്റ് വരച്ച് നോക്കുക. ട്രൂ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആക്ച്വൽ നോർത്തിൽ നിന്നുള്ള ലൈനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ട്രൂ ബെയറിംഗ് 34.20 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രി വെസ്റ്റ് ആണ്. സോ നിങ്ങളുടെ മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത് 2 ഡിഗ്രി വെസ്റ്റിലേക്കാണ്. ഇതാണ് നിങ്ങളുടെ മാഗ്നറ്റിക് നോർത്ത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ മാഗ്നറ്റിക് ബെയറിംഗ് കണ്ടുപിടിക്കാനാണ്, അതായത് ഈ ഒരു ടോട്ടൽ ആംഗിൾ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ നോർത്തിൽ നിന്നും ഉള്ള ട്രൂ ബെയറിംഗ് തന്നിട്ടുണ്ട്, ഈ ഡിക്ലിനേഷൻ തന്നിട്ടുണ്ട്. അപ്പം മാഗ്നറ്റിക് ബെയറിംഗ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ട്രൂ ബെയറിംഗ് പ്ലസ് നിങ്ങളുടെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. അപ്പോൾ ഇത് വരച്ച് നോക്കട്ടെ, വരച്ച് നോക്കിയിട്ടാണ് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത്. സോ ഇവിടെ നിങ്ങൾ വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഡിക്ലിനേഷൻ പ്ലസ് ട്രൂ ബെയറിംഗ് ചെയ്താലേ മാഗ്നറ്റിക് ബെയറിംഗ് കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. സോ ആൻസർ 36.20 മിനിറ്റ് ആണ്. നിങ്ങൾ വരച്ച് നോക്കി കണ്ടുപിടിക്കണം അത്. The next vertical distance between any two consecutive contours, അതിനെ നമ്മൾ എന്താ വിളിക്കുക, it is contour interval. The next question, the system that uses the sun as source of electromagnetic energy and records as naturally radiated and reflected energy from the object. അതിനെ നമ്മൾ പറയുന്നത് പാസീവ് റിമോട്ട് സെൻസിങ് എന്നാണ്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കാൻ പാടായിരിക്കും, നിങ്ങൾ സർവേയിൽ പഠിക്കുന്നതാണ് ഇതൊക്കെ, എന്നാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. The minimum number of satellites needed for a GPS to determine its position precisely. പൊസിഷൻ കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് വേണ്ട മിനിമം നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് എത്രയാണത്, 4 ആണ്. സോ ആൻസർ ഈസ് സി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സർവേയിൽ നിന്ന് ചോദിച്ചിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് GT എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാമ്പിൾ വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, പോറോസിറ്റി എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാനായിരുന്നു. സോ ആ കുഞ്ഞു റിലേഷനുകളില്ലേ നമ്മൾ ആദ്യം പഠിക്കുന്നത്, ആ കുഞ്ഞു റിലേഷൻസ് നോക്കിയിട്ട് പോവാം. അത് വെച്ചിട്ട് എപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ഓക്കെ, സോ E is equal to എന്താണ്, സോറി N is equal to പോറോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, E divided by 1 plus C, വോയിഡ് റേഷ്യോ ഡിവൈഡ് ബൈ 1 plus C ആണ്. ഈ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, ഇക്വേഷനിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 33% എന്ന് പറയും. സോ D ആണ് അതിൻ്റെ ആൻസർ വരിക. then നെക്സ്റ്റ് ആണ് ഒരു ചെറിയ പ്രോബ്ലം പോലത്തെയാണ്. വോയിഡ് റേഷ്യോ ഡെൻസസ്റ്റ് സ്റ്റേറ്റ്, ലൂസസ്റ്റ് സ്റ്റേറ്റ്, നാച്ചുറൽ സ്റ്റേറ്റ്, അതിലുള്ള വോയിഡ് റേഷ്യോകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, എന്താണ് E max minus E divided by E max minus E minimum. എല്ലാ വാല്യൂ തന്നിട്ടുണ്ട്, ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 50% എന്ന് കിട്ടും. then ഇതൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ട്രൂ ആണോ എന്നുള്ളതാണ്. ഓക്കെ, സോ സ്ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. സോയിൽ കോമ്പാക്ഷൻ ഇൻ 3 layers, അതുപോലെ ഈച്ച് ലെയർ ഇസ് ഓൾവേസ് ഗിവൺ 25+. രണ്ടും ശരിയാണ് അല്ലേ, നമ്മൾ ലൈറ്റ് കോമ്പാക്ഷൻ അല്ലെങ്കിൽ പ്രോക്ടർ ടെസ്റ്റിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്, രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ആൻസർ ഈസ് സി. പിന്നെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിക്വിഡ് പ്ലാസ്റ്റിക് ആൻഡ് ഷ്രിങ്കേജ് ലിമിറ്റ് ഓഫ് എ കോസീവ് സോയിൽ. അതിന്റെ ഇതിലേത് ഇതാണ് സാറ്റിസ്ഫൈ എന്നാണ്. കോസീവ് സോയിലാണ്. കോസീവ് സോയിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ലിമിറ്റിനെയും ഷ്രിങ്കേജിനേക്കാളും കൂടുതലായിരിക്കും. സോ ലിക്വിഡ് ലിമിറ്റ് ഗ്രേറ്റർ ദാൻ പ്ലാസ്റ്റിക് ലിമിറ്റ് ഗ്രേറ്റർ ദാൻ ഷ്രിങ്കേജ് ലിമിറ്റ്. ആൻസർ ഇസ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വിക്സാൻഡ് കണ്ടീഷൻ. ക്വിക്സാൻഡ് കണ്ടീഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്, നമുക്കറിയാം ക്വിക്സാൻഡ് കണ്ടീഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്, അവിടുത്തെ എഫക്റ്റീവ് പ്രഷർ റെഡ്യൂസ്ഡ് ടു 0 ആകുമ്പോഴത്തേക്കാണ് അവിടുത്തെ എന്ത് സംഭവിക്കുന്നത്, ക്വിക്സാൻഡ് കണ്ടീഷൻ നമുക്ക് അവിടെ ഉണ്ടാവും. സോ ഇത് ആൻസർ ഈസ് എ. The next consolidation of soil is due to, consolidation എന്തിനാണ് സംഭവിക്കുന്നത്, it is a static load and it takes long time അല്ലേ. സോ ആൻസർ ഈസ് ഡി, സ്റ്റാറ്റിക് ആൻഡ് ലോങ് ടൈം. ലോങ് ടൈമിലേക്ക് ലോഡ്, സ്റ്റാറ്റിക് ആയിട്ട് കുറേ നേരം നമ്മൾ ആ ലോഡ് കൊടുക്കണം. സോ ആൻസർ ഈസ് ഡി. The next hydrometer. Hydrometer, ഈ തന്നിരിക്കുന്നതിൽ ഹൈഡ്രോമീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഹൈഡ്രോമീറ്റർ is used to measure specific gravity. The next നമുക്ക് ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അത് നമുക്ക് റിലേഷൻ ഉണ്ട്. ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ G-1/1 + E ആണ്. G ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇയും ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 0.92 ആണ് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ കുഞ്ഞു റിലേഷനുകൾ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ.
The next slope of E log P curve. E log P curve-ന്റെ slope നമുക്ക് തരുന്നത് compression index ആണ്. The next compacting heavy clays and silty clays, which following method. ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെവി ക്ലേ അല്ലെങ്കിൽ സിറ്റി ആയിട്ടുള്ള ക്ലേസിനെ കോമ്പാക്ട് ചെയ്യുന്നത്? ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇസ് ഷീപ്പ് ഫുഡ് റോളർ. അപ്പോൾ ഈ ഓരോരോ റോളറും അതിന്റെ ഏത് സോയിലാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞാലേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നിങ്ങളുടെ GT എന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ, 10 ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ കോൺക്രീറ്റ് സിമെന്റ് റിലേറ്റഡ് ആയിരുന്നു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ബേസിക് സിവിൽ എന്ന് പറയുമ്പോൾ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. So first question, for compacting heavy, നേരത്തെ question ആണ്. Then 41, initial setting time of cement. Initial setting time of cement നമുക്ക് എങ്ങനെ കൂട്ടാം? Initial setting time കൂട്ടാനായിട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? അതിനകത്തേക്ക് gypsum നമ്മൾ ആഡ് ചെയ്യും. So answer is B. Then rapid hardening cement has. Rapid hardening cement എന്തായിരിക്കും? Rapid hardening ആണ്. So അതിനകത്ത് heat of hydration എന്തായിരിക്കും? കൂടുതലായിരിക്കും. Then slump test. Concrete slump test നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന ഇക്വേഷൻ ആണ്. Slump test is used to determine the workability of concrete. Then the type of masonry in which stones of irregular size and shape are used and there are no regular course is known as എന്തായിരിക്കും അത്? Uncourse rubble masonry. The basic fill in the questions ആണ് കേട്ടോ. Then what is used to ensure uniform thickness of plastering? Okay, plastering in the uniform thickness ne determine ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് bull mark. Answer is C. Then which of the following is not a box compound? നമ്മൾ സിമെന്റ് ഫോർമേഷൻ അല്ലെങ്കിൽ സിമെന്റ് മാനുഫാക്ചറിങ് സമയത്ത് പഠിക്കുന്നതാണ് ബോക്സ് കോമ്പൗണ്ടുകൾ. സോ ഇതിൽ ഏതാണ് ബോക്സ് കോമ്പൗണ്ട് അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതിനകത്ത് ആൻസർ ഏതാണ്? ഡൈകാൽഷ്യം അലുമിനേറ്റ്. ആൻസർ ഡി. ഡൈകാൽഷ്യം അലുമിനേറ്റ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. സോ ഡൈകാൽഷ്യം അലുമിനേറ്റ് ഇതിനകത്തില്ല. സോ ഇല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഏതാണ് ബോക്സ് കോമ്പൗണ്ട് എന്നല്ല, ഇല്ലാത്ത ബോക്സ് കോമ്പൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. The next property of fresh concrete in which water in the mix tends to rise. Water മേളിലേക്ക് കയറി വരുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുന്നത്? It is bleeding. Water മേളിലേക്ക് വരുന്ന bleeding. Then which of the following defect is caused by vaporization of entrapped moisture or solvent in painted surface? Painted surfaceൽ നിന്ന് moisture vaporize ചെയ്ത് പോകുന്ന, entrapped moisture vaporize ചെയ്ത് പോകുന്ന ഒരു ഡിഫക്റ്റ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് it is blistering. So answer is B. Then critical activity. Critical activity എന്താണ്? Critical activity ഫ്ലോട്ട് കാണുമോ? ഇല്ല. Critical activityക്ക് 0 ഫ്ലോട്ട് ആയിരിക്കും. Then activity has optimistic, most likely and pessimistic time തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എക്സ്പെക്ടഡ് ടൈം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ എക്സ്പെക്ടഡ് ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ പഠിക്കുന്നതല്ലേ? ഇക്വേഷൻ എന്താണ്? T is equal to expected time is equal to optimistic time plus 4 times most likely time plus pessimistic divided by 6. എല്ലാ ടൈമും തന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ആൻസർ 3.5 എന്നുണ്ട്. സോ ആൻസർ ബി. ഓക്കെ, സോ ഇത്രയായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാ മെയിൻ കോർ സബ്ജക്റ്റും 10 ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിക്കപ്പോഴും ഇങ്ങനെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറ് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് 2-3 ക്വസ്റ്റ്യൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ഏരിയാസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പുതിയ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷേ എന്നാലും റിപ്പീറ്റഡ് ആയിട്ട് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് പോവുക. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നെഗറ്റീവ് മാർക്കില്ല. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.